കിഫ്ബിയുടെ ഒരു ഫണ്ട് ലഭിച്ചിട്ടുള്ള മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി 5 കോടി രൂപ അനുവദിച്ചിട്ടുള്ളതാണ്. പിന്നെ ഒന്ന് ചിറക്കടവ് പഞ്ചായത്ത് കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിലാണ്, എലിക്കുളം പഞ്ചായത്ത് പാലാ നിയോജകമണ്ഡലത്തിലാണ്. ഈ 2 പഞ്ചായത്തുകൾക്ക് ചേർന്ന് കുടിവെള്ള പദ്ധതിക്കായിട്ട് ഏതാണ്ട് 60 കോടി രൂപയോളം അനുവദിച്ചിട്ടുള്ളതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പണി പൂർത്തിയായിട്ടില്ല. ചേർപ്പുങ്കൽ നിന്നും പാലായിലെ ഏറ്റവും തിരക്കേറിയ ഒരു റോഡാണ് ഏറ്റുമാനൂർ പൂഞ്ഞാർ ഹൈവേ. അതിനകത്ത് ചേർപ്പുങ്കൽ നിന്നും ഭരണിയാണം വരെ കിഫ്ബിയുടെ ഒരു റോഡ് പഞ്ചായത്തുകൾ വഴി 15 മീറ്റർ വീതിയിലും മുനിസിപ്പൽ ഏരിയ കടന്നു വന്നിടത്ത് 12 മീറ്റർ വീതിയിലും ചെയ്യും എന്ന് പറഞ്ഞിരുന്നെങ്കിലും അതിൻ്റെ ഒരു പേപ്പർ വർക്ക് പോലും ഇതുവരെ നടന്നിട്ടില്ല. ആകെക്കൂടി രത്നചുരുക്കം പറഞ്ഞാൽ കിഫ്ബി പാലായോട് പരിപൂർണ അവഗണനയാണ് കാണിച്ചത്. ഇത് കേട്ടിട്ടെങ്കിലും സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന കിഫ്ബി തീർച്ചയായും പാലായെ ഈ കാര്യത്തിൽ പരിഗണിക്കുമെന്നും പാലായ്ക്ക് വേണ്ടി നല്ല പ്രോജക്റ്റുകൾ തരുമെന്നും ഇവിടെ 2 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഇല്ലിക്കല്ലും ഇലവിഴ പൂഞ്ചിറയും. ആയിരക്കണക്കിന് ആളുകളാണ് ദിവസവും അവിടെ വരുന്നത്. പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഇല്ലെങ്കിലും ജനക്കൂട്ടം അവിടെ വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ടൂറിസം മാപ്പ് ഓഫ് ഇന്ത്യയിൽ ഭാവിയിൽ വരാവുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങൾ കേന്ദ്ര ടൂറിസം വകുപ്പ് മന്ത്രിക്കും സഹമന്ത്രിയായ സുരേഷ് ഗോപിക്കും ഞാനും ഫ്രാൻസിസ് ജോർജോട് കൂടി അപേക്ഷ കൊടുത്തെങ്കിലും കേന്ദ്ര സർക്കാർ ഇത് അനുവദിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാർ റെക്കമെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ പ്രാഥമിക സൗകര്യങ്ങൾക്കുള്ള സംവിധാനവും അവിടെ ഉണ്ടാവണം. അപ്പോൾ തീർച്ചയായും ഇത് വന്നു കഴിഞ്ഞാൽ വളരെ പ്രകൃതി സൗന്ദര്യമുള്ള സ്ഥലമാണ്. ഈ 2 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസും സിനിമകളുടെ ഷൂട്ടിംഗ് മുഴുവൻ ഈ മേഖലയിലേക്ക് വരും. അതുകൊണ്ട് ജനങ്ങളുടെ ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിയും. തീർച്ചയായും ഈ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഈ വർഷത്തിൽ പാലായെ പരിഗണിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രജത ജൂബിലിയിൽ കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത, ഗുണനിലവാരം, സമയക്രമം.